ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ദേശീയ സർവേ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും സീ വോട്ടറിന്റെ സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത്, അതായത് ആരായിരിക്കും ഭരണത്തിലെത്താൻ പോകുന്നത്, NDA ആണോ ഇന്ത്യ സഖ്യമാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ സർവേ ഇപ്പോൾ നടത്തിയിരിക്കുന്നു, സീ വോട്ടർ സർവേ. ആ സർവേ പ്രകാരം വന്നിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ആ റിസൾട്ട് പ്രകാരം NDA BJP ഭൂരിപക്ഷത്തോടു കൂടി തന്നെ, അതായത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാട്ടിലും വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇത്തവണ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ 2025 ഡിസംബർ 8-നും 2026 ജനുവരി 21-നും ഇടയിൽ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തി സീ വോട്ടർ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നാഷൻ സർവേ നടത്തിയിരുന്നു. ഡിവോട്ടറിന്റെ രാജ്യവ്യാപക ട്രാക്കറിൽ നിന്നുള്ള ദീർഘകാല ട്രെൻഡ് ഡാറ്റയുമായി പുതിയ അഭിമുഖങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് 1.25 ലക്ഷത്തിലധികം ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് 1.25 ലക്ഷത്തിലധികം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയ സർവേ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തന്നെ. ഇത് പ്രകാരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു സർവേ റിസൾട്ട് എന്ന് പറയുന്നത്. ഇന്ത്യ ടുഡേയുടെ ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നാഷൻ സർവേ. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDAക്ക് നിർണായക മുൻതൂക്കം ലഭിക്കുമെന്നാണ് സീ വോട്ടർ പ്രവചിച്ചിരിക്കുന്നത്. സഖ്യം 352 സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതായത് അവർ പ്രവചിച്ചിരിക്കുന്നത് 352 സീറ്റുകളാണ് NDA സഖ്യത്തിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലാണ് ഈ ഒരു സർവേ പ്രകാരം പറയുന്നത്. 2025 ഓഗസ്റ്റിലെ സർവേയെ അപേക്ഷിച്ച്, അതായത് ഇവർ ഇതിനു മുന്നേയും ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. 2025 ഓഗസ്റ്റിലായിരുന്നു ആ ഒരു സർവേ എന്ന് പറയുന്നത്. അത് പ്രകാരം 28 സീറ്റുകളുടെ വർധനവ് ഇപ്പോൾ ഈ ഒരു സർവേയിൽ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തുവിട്ട ഈ ഒരു സർവേയിൽ വ്യക്തമായിരിക്കുന്നു. 2026 പുറത്തുവിട്ട ഈ ഒരു സർവേയിൽ 28 സീറ്റുകൾ അധികമായി ലഭിക്കുമെന്ന് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം 182 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ പുതിയ സർവേയിൽ 182 സീറ്റുകൾ ഇന്ത്യ ബ്ലോക്ക് നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇത് മുൻ സർവേയേക്കാൾ 26 സീറ്റുകളുടെ കുറവാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതായത് 26 സീറ്റുകൾ അവർക്ക് ഇതിനു മുന്നേ ഓഗസ്റ്റിൽ നടത്തിയ 2025 നടന്ന സർവേ പ്രകാരം 2026 ഈ സർവേ 26 സീറ്റുകൾ അവർക്ക് കുറയുമെന്ന് പറയുന്നു. മറ്റു പാർട്ടികൾ 9 സീറ്റുകൾ നേടാനാണ് സാധ്യത എന്നും പറയുന്നു. 2025 ഓഗസ്റ്റിനെ അപേക്ഷിച്ച് 2 സീറ്റുകൾ കുറഞ്ഞു മറ്റുള്ളവർക്ക്. NDAയുടെ ശക്തമായ നിലയെയാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ വോട്ടെടുപ്പിന് ശേഷം ഇന്ത്യ ബ്ലോക്ക് നിലം പതിക്കുന്നതായിട്ടാണ് ഈ ഒരു സർവേ പ്രകാരം തോന്നുന്നതെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. 2025 ഓഗസ്റ്റിലെ സർവേയെ അപേക്ഷിച്ച് 27 സീറ്റുകളുടെ വർധനവ് രേഖപ്പെടുത്തി 287 സീറ്റുകൾ നേടി ഭാരതീയ ജനതാ പാർട്ടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു വരുമെന്ന് സർവേ പ്രവചിക്കുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP ഭൂരിപക്ഷം മറികടക്കുമെന്ന്, അതായത് BJP ഒറ്റയ്ക്ക്, NDA അല്ല, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം മറികടക്കാനാക്കുമെന്ന് ഈ ഒരു സർവേ പ്രകാരം വ്യക്തമാക്കുന്നു. അതായത് 287 സീറ്റുകൾ അവർ ഒറ്റയ്ക്ക് നേടുമെന്നാണ് പറയുന്നത്. NDA ടോട്ടലായിട്ട് 352, 287 സീറ്റുകൾ നേടി ഭാരതീയ ജനതാ പാർട്ടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു വരുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് കോൺഗ്രസിന് 80 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഇത്തവണ 80 സീറ്റുകളാണ് നേടുമെന്നാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 80 സീറ്റുകൾ നേടുമെന്നാണ് ഈ ഒരു സർവേ പ്രകാരം പറയുന്ന കാര്യമെന്ന് പറയുന്നത്. മുൻ സർവേയേക്കാൾ 17 സീറ്റുകളുടെ കുറവാണ് ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് തന്നെ. അതേസമയം മറ്റു പാർട്ടികൾ ഒരുമിച്ച് 176 സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് മറ്റെല്ലാ പാർട്ടികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ഈ കോൺഗ്രസ് അല്ലാതെ തന്നെയും നോക്കുമ്പോഴത്തേക്കും 176 സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 10 സീറ്റുകളുടെ കുറവ് പ്രതിഫലിപ്പിക്കുന്നു.
പ്രാദേശിക പാർട്ടികളും ചെറു പാർട്ടികളും ഗണ്യമായ സീറ്റുകൾ കൈവശം വയ്ക്കുന്നത് തുടരുമ്പോഴും BJPയുടെ ശക്തിപ്പെട്ട നിലയെയാണ് ഈ പ്രവചനങ്ങൾ അടിവരയിടുന്നത് എന്നുള്ളത് എടുത്തു പറയണം. ഇനി ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് ഓരോ സ്റ്റേറ്റിലും എത്രത്തോളം സീറ്റുകൾ ലഭിക്കുമെന്നുള്ള കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ ഞാൻ പറയാം. അതിൽ ആദ്യം ഉത്തർപ്രദേശിൽ ഇത്തവണ എന്താണ് ഈ സർവേ പ്രകാരം എത്ര സീറ്റുകൾ, എത്ര പെർസെൻറ്റേജ് വോട്ട് ലഭിക്കുമെന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അതിൽ ഇത്തവണ ഉത്തർപ്രദേശ്, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ BJP നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന തോതിൽ ഇന്ത്യ സഖ്യം നേട്ടമുണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ അത് നടക്കില്ല. പകരം BJP NDAക്ക് വളരെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അതായത് 2025 ഓഗസ്റ്റിൽ ഇവർ നടത്തിയ സർവേ പ്രകാരം 42 സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് NDAക്ക് അവിടെ 36ഉം ഇന്ത്യ സഖ്യത്തിന് 43ഉമായിരുന്നു 2024 ലോക്സഭയിൽ നേടാൻ സാധിച്ചത്. അതായത് ഇന്ത്യ സഖ്യത്തിനായിരുന്നു കൂടുതലും. പക്ഷേ ഇപ്പോൾ അതായത് 2025 ഓഗസ്റ്റിൽ ഇവർ നടത്തിയ സർവേ പ്രകാരമാണെങ്കിൽ 42 സീറ്റുകൾ NDAക്ക്, 37 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് എന്നുള്ള തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് കുറയുകയും NDAക്ക് കൂടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജനുവരി 2026 നടത്തിയ പുറത്തു വന്ന സർവേ പ്രകാരം 48 സീറ്റുകളായിട്ട് വീണ്ടും മുന്നേറിയിരിക്കുന്നു NDA. ഇന്ത്യ സഖ്യം 31 സീറ്റുകളായിട്ട് വീണ്ടും കുറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിൽ എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. ഇനി ഈ പെർസെൻറ്റേജ് വോട്ട് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഉത്തർപ്രദേശിലെ 44% തന്നെയായിരുന്നു 2027 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കട്ടയ്ക്കായിരുന്നു. സീറ്റുകളുടെ കാര്യത്തിലായിരുന്നു വ്യത്യാസം വന്നത്. എന്നാൽ 42% 2025 ഓഗസ്റ്റിൽ പ്രവചിച്ചിരിക്കുന്നു സി വോട്ടർ സർവേ. 47% NDAക്ക് പ്രവചിച്ചിരിക്കുന്നു. ഇപ്രാവശ്യം അതായത് ജനുവരി 2026 കണക്ക് നോക്കുമ്പോഴത്തേക്ക് 42% ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ നിൽക്കുന്നു, 47% NDA അതുപോലെ തന്നെ നിൽക്കുന്നു. അതായത് NDA തന്നെയായിരുന്നു മുൻതൂക്കം. ഇനി ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു സർവേ പ്രകാരം കേരളത്തിൽ UDFന് 43% 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, LDFന് 32%, BJPക്ക് 18% എന്നുള്ള കണക്ക്. ഇത് തീർച്ചയായിട്ടും 2025 ഓഗസ്റ്റിലെ ആ ഒരു കണക്ക് നോക്കുമ്പോൾ 41% UDF, LDF 25%, BJP 24% എന്നായിരുന്നു സി വോട്ടർ സർവേ പുറത്തുവിട്ടത്. ഇത് 2026 ജനുവരി ആയപ്പോഴത്തേക്കും 40% UDF മാറി, LDF 28% മാറി, BJPക്ക് 25% ഉയർന്നു. അതായത് BJPക്ക് വോട്ട് ശതമാനം ഉയരുമെന്ന് സി വോട്ടർ സർവേ പറയുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ. ഇത് സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കിയാൽ കേരളത്തിൽ തീർച്ചയായിട്ടും UDFന് 18 സീറ്റുകളും BJPക്ക് 1ഉം LDFന് 1ഉമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ 2025 ഓഗസ്റ്റിൽ നടന്ന ആ ഒരു സർവേ റിസൾട്ട് പ്രകാരം 17 സീറ്റുകൾ UDF, 1 സീറ്റ് LDF, 0 മുതൽ 2 സീറ്റ് BJP എന്നുള്ള കണക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 2026 18 സീറ്റുകൾ UDFനും LDFന് 0ഉം BJPക്ക് 2 സീറ്റുകളും എന്നുള്ള കണക്ക്. അതായത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDFന് 0 സീറ്റ് കൊടുത്തിരിക്കുന്നു, അതേസമയം UDFന് 18 സീറ്റ് കൊടുത്തിരിക്കുന്നു, BJPക്ക് 2 സീറ്റ് ഉറപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് 0 മുതൽ 2 എന്നാണ്, പക്ഷേ ഇപ്രാവശ്യം അത് 2 സീറ്റുകൾ ഉറപ്പിച്ചു കൊടുത്തിരിക്കുന്നു. LDFന് 1 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 0 സീറ്റ് കൊടുത്തിരിക്കുന്നു സി വോട്ടർ സർവേ. തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു സർവേ തന്നെയാണ്. അതേസമയം തമിഴ്നാട് നോക്കുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ NDAക്ക് 41% വോട്ടായിരുന്നു കിട്ടിയത് 2024 പാർലമെന്റിന്, ഇന്ത്യ സഖ്യത്തിന് 47, അതേഴ്സ് 12. എന്നാൽ ഓഗസ്റ്റ് 25 2025 ഇതുപ്രകാരം 37% NDAക്കും 48% ഇന്ത്യ സഖ്യത്തിനും, അതേഴ്സ് 15%. എന്നാൽ ഇപ്പോൾ ജനുവരിയിൽ നടന്ന സർവേ പ്രകാരമാണെങ്കിൽ 33% NDAക്കും 45% ഇന്ത്യ സഖ്യത്തിനും 22% അതേഴ്സ് എന്നുള്ള കണക്കിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം ഇപ്പോൾ TVK കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വോട്ട് ശതമാനം മാറി മറിയാം. അത് തന്നെയാണ് തമിഴ്നാട്ടിലെ കണക്ക് സൂചിപ്പിക്കുന്നത്. ഇത് സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് NDAക്ക് 0 ഇന്ത്യ സഖ്യത്തിന് 39, അതേഴ്സ് 0 എന്നുള്ള കണക്കായിരുന്നു. എന്നാൽ ഇത് ഓഗസ്റ്റ് നോക്കുമ്പോഴത്തേക്കും സർവേ പ്രകാരം 2 മുതൽ 3 സീറ്റുകൾ NDAക്ക്, ഇന്ത്യ സഖ്യത്തിന് 35 മുതൽ 36 സീറ്റുകൾ, അതേഴ്സ് 0 എന്നായിരുന്നു. അതേസമയം NDA ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും 1 സീറ്റ് കൊടുത്തിരിക്കുന്നു, ഇന്ത്യ സഖ്യത്തിന് 38, അതേഴ്സ് 0 എന്നുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം നോക്കുവാണെങ്കിൽ ടോട്ടൽ സീറ്റുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ NDAക്ക് 352 സീറ്റുകൾ പ്രവേശിച്ചിരിക്കുന്നു,
മൂഡ് ഓഫ് ദി നാഷൻ സി വോട്ടർ സർവേ. 287 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നു. അതായത് 352 സീറ്റുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ പ്രവചിച്ചതിനെക്കാട്ടിലും 28 സീറ്റുകൾ അധികമാണ് ഇപ്പോൾ ഓഗസ്റ്റ് 2025 പ്രവചിച്ച പ്രകാരം. ഇനി BJP നോക്കുമ്പോൾ 27 സീറ്റുകൾ അധികം BJP നേടുമെന്ന്, 287 സീറ്റുകളിൽ എത്തുമെന്ന്, ഭൂരിപക്ഷം നേടുമെന്ന് BJP ഒറ്റയ്ക്ക് ഇപ്പോഴത്തെ സർവേ പറയുന്നു. ഇനി ഇന്ത്യ അലയൻസ് നോക്കുമ്പോഴത്തേക്കും 182 സീറ്റുകൾ പറയുന്നു, 26 സീറ്റുകൾ അവർക്ക് കുറവാണ് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും. ഇനി വോട്ട് ഷെയറിന്റെ കണക്ക് നോക്കുമ്പോഴത്തേക്കും 47% NDAക്ക് കിട്ടുമെന്ന് ഇതിൽ പറയുന്നു. ഇന്ത്യ അലയൻസിന് 39%, അതേഴ്സ് 14% എന്നും പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയെന്നും BJP വലിയൊരു നേട്ടമുണ്ടാക്കുമെന്നാണ് ഈ സർവേ പ്രകാരം വെളിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ്. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല.